കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നാം. എന്നാൽ എല്ലാ വർഷവും മെയ് 23-ന് ലോകമെമ്പാടും നടക്കുന്ന ഒരു വാർഷികാചരണമാണ് ഇത്. ആമകളെയും അവയുടെ അപ്രത്യക്ഷമാകുന്ന ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കാനും ഇവയുടെ വംശനാശ ഭീഷണി അതിജീവിക്കാനും മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് വാർഷികാചരണമായി മെയ് 23 തിരഞ്ഞെടുത്തത്. ലോക ആമദിനത്തിൽ ആമകളുടെ വേഷം ധരിച്ചും ഹൈവേകളിൽ പിടിക്കപ്പെടുന്ന ആമകളെ സംരക്ഷിച്ചും ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടും പുനരധിവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ആമകളെ ദത്തെടുത്തും ക്ലാസ് മുറികളിൽ ആമകളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനും അമേരിക്കൻ ആമ റെസ്ക്യൂ ആമദിന പാഠ്യപദ്ധതികൾ നടപ്പിലാക്കുന്നു. ലോക ആമദിനം എന്ന പദം കാലിഫോർണിയയിലെ മാലിബുവിൽ നിന്നുള്ള സൂസൻ ടെല്ലം ആണ് ട്രേഡ് മാർക്ക് ചെയ്തത്. അമേരിക്കൻ ടോർട്ടോയ്സ് റെസ്ക്യൂ ആണ് ലോക ആമദിനത്തിന് തുടക്കം കുറിച്ചത്. 2002-ൽ അമേരിക്കൻ ടോർട്ടോയ്സ് റെസ്ക്യൂ എല്ലാ വർഷവും മെയ് 23 ലോക ആമദിനമായി പ്രഖ്യാപിച്ചു. ലോകത്താകെ 300 ഇനം ആമകളുണ്ട്. ഇതിൽ 129 ഇനവും വംശനാശ ഭീഷണി നേരിടുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് നക്ഷത്ര ആമകൾ. ജീവിവർഗങ്ങളിൽ നിരവധി പ്രത്യേകതകളുള്ളതാണ് ആമകൾ. പൊതുവെ ഉദാസീനരായി തോന്നുമെങ്കിലും അവ വളരെ ആകർഷകങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഉരകവർഗങ്ങളിലൊന്നാണ് ഇവ. പാമ്പുകൾ, മുതലകൾ, ചീങ്കണ്ണികൾ എന്നിവയേക്കാൾ വളരെ പഴക്കമുള്ളതാണ് ആമകൾ. ഏകദേശം 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ദിനോസറുകളുടെ കാലഘട്ടത്തോളം പഴക്കമുണ്ട് ആമയുടെ ചരിത്രത്തിന്. നമ്മുടെ പുരാണങ്ങളിലും ഉപമകളിലുമൊക്കെ ആമയ്ക്ക് പ്രധാന സ്ഥാനമുണ്ട്. വെള്ളത്തിലും കരയിലുമാണ് ഇവ ജീവിക്കുന്നതെങ്കിലും കരയിലാണ് കൂടുതലും കാണുന്നത്. കരയിലാണ് ഇവ മുട്ടയിടുന്നത്. ഇവയുടെ പുറംതോട് നിർമ്മിച്ചിരിക്കുന്നത് പരസ്പര ബന്ധിതമായ 60 അസ്ഥികൾ കൊണ്ടാണ്. ആമയുടെ ശരാശരി ആയുസ് 90 മുതൽ 150 വർഷം വരെയാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ആമ അദ്വൈത മരിച്ചത് 255 വയസ്സുള്ളപ്പോഴാണ്. AD 2006-ൽ. AD 1750-ലായിരുന്നു ഇതിൻ്റെ ജനനമെന്ന് ഗവേഷകർ പറയുന്നു. ആൺ ആമകൾക്ക് പെൺ ആമകളെക്കാൾ വലിപ്പം കുറവാണ്. 5 അടി നീളമുള്ള ആമകൾ വരെയുണ്ട്. ആമകൾക്ക് പല്ലുകളില്ല, പകരം ശക്തിയേറിയ ചുണ്ടുകളാണുള്ളത്. ആമ ഒരു സസ്യബുക്കാണ്. ആമകൾ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കും. പെൺ ആമകൾ ഒരേ സമയം ഏകദേശം 30 മുട്ടകൾ വരെ ഇടും. പിന്നീട് മണൽ കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കും. 60 മുതൽ 120 ദിവസം വരെയാണ് മുട്ട വിരിയാനെടുക്കുന്ന സമയം. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ആമകളെ നമുക്ക് പരിപാലിക്കാം, സംരക്ഷിക്കാം.